ഹലോ, ഒന്ന് ചക്ക കൊണ്ടൊരു സ്പെഷ്യൽ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ നല്ല പഴുത്ത ചക്കയാണ് ഇരിക്കുന്നത്. ഉം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ മഴ പെയ്യുമ്പോൾ സാധാരണ ആളുകളൊക്കെ പറയാറുണ്ട് വെള്ളം കയറിയ ചക്ക എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ വെള്ളം കയറിയ ചക്കയ്ക്ക് നമുക്ക് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ വെള്ളം കയറാതെ നല്ല ഒരു പഴുത്ത അടിപൊളി പാകമായ പഴുത്തതുണ്ടാവും. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇടുകയാണ്. കുക്കറിൽ ആദ്യം ഒന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചക്കപ്പായസമാണ്. ചക്കപ്പായസം എന്ന് പറഞ്ഞാൽ നമ്മൾ കോരി കഴിക്കുന്ന രീതിയിലുള്ള പായസമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വെള്ളം നമ്മൾ ഗ്ലാസ്സിൽ ഇപ്പോൾ രണ്ട് തരമുണ്ട്. നമ്മൾ കോരി കഴിക്കുന്നവരുണ്ട്, അതുപോലെ നമ്മൾ ഗ്ലാസ്സിൽ കുടിക്കുന്നതുണ്ട്. അപ്പോൾ നമ്മൾ കോരി കഴിക്കുന്ന ചക്കപ്പായസമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കുക്കറിൽ വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുക്കറിൽ നന്നായിട്ടൊന്ന് എടുക്കാനാണ് വേണ്ടത്. ഒരു 3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൽ. അപ്പോൾ എൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിനാണ് വെള്ളം. അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എത്രയാണോ നിങ്ങൾ ചക്ക എടുത്തിട്ടുള്ളത് കൂടുതൽ ഒഴിക്കരുത്. അപ്പോൾ കൂടുതൽ വെള്ളം ചക്കയിലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആകെ വെള്ളമാവും. അപ്പോൾ അതിൻ്റെ നമുക്കൊരു ടേസ്റ്റ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ കൂടെ പറയാണ്, നമ്മുടെ ഈ കുക്കർ ചില സമയങ്ങളിൽ നമ്മൾ പല സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വിസിലടിക്കുമ്പോൾ അവിടെ അതിൻ്റെ ചെറിയ ഹോള് അടയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹോൾ അടഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സാധനം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ വിസിൽ വരില്ല. വിസിൽ വന്നില്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. പല അപകടങ്ങളും പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. സാധനം കണ്ണിൽ തെറിച്ചു പോയതും കണ്ടിട്ടുണ്ട്. അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, അതിൻ്റെ നോബലെടുത്ത് അതിൻ്റെ മുകളിലുള്ള സാധനം എടുത്ത് നമ്മൾ ആ ഒരു ഹോൾസിലൂടെ ഒന്ന് ഊതി കൊടുക്കണം. അപ്പോൾ കറക്റ്റ് കച്ചറകളൊക്കെ ഉണ്ടെങ്കിൽ കാറ്റ് പുറത്തോട്ട് വരില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ വിസിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു 3 വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ആകും. പാകം അത്യാവശ്യം നല്ല രീതിയിൽ വേവ് ചെന്നിട്ടുണ്ട്. അപ്പോൾ ഉടഞ്ഞ രീതിയിൽ തന്നെ പറയാം, പക്ഷെ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാത്രം, നല്ലൊരു സ്റ്റീൽ പാത്രമോ ഏത് പാത്രം എടുക്കാൻ നിങ്ങൾക്ക്. ഞാൻ സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ കുക്കറിൽ നിന്നും എടുത്ത് മാറ്റുകയാണ് സ്റ്റീൽ പാത്രത്തിലേക്ക്. നമ്മൾ ചക്ക പായസം അഥവാ കോരി കഴിക്കാൻ പറ്റുന്ന പായസം റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിലേക്ക് കോരി ഇടുകയാണ്. ഇതിട്ട് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ വെള്ളം അഡീഷണൽ ആയിട്ട് വേറെ അല്ല, നമ്മൾ ഈ കുക്കറിലുള്ള ഓൾറെഡി നമ്മുടെ ചക്കയുടെ വെള്ളം തന്നെ ഉണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. കാരണം അഡീഷണൽ ആയിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ പ്രയാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മധുരമൊക്കെ നഷ്ടപ്പെടും. ചക്കയുടെ മധുരം ശരിക്കുള്ള ഒരു മധുരം ഉണ്ട്, അപ്പോൾ അത് നഷ്ടപ്പെടേണ്ട വെച്ചിട്ട് ഇതിൽ തന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഉണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ ഒഴിക്കുന്നില്ല, ആവശ്യത്തിന് വെള്ളം എടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പായസം ആയതുകൊണ്ട് മാത്രമാണ് കൂടുതൽ വെള്ളം ഞാൻ എടുത്തത്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റവ് കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ശർക്കര അച്ചി, ശർക്കര 2 തരമുണ്ട്. നമ്മൾ ഉണ്ടച്ചക്കര എന്നൊക്കെ പറയുന്നത് ശർക്കര അച്ചിയാണ്. ഒരു 2 വലിയ അച്ച് 4 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് അതിലേക്ക് ലയിച്ച് ചേരാൻ വളരെ എളുപ്പമാണ്. ചിലരിത് ഉരുക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരിട്ടാണ് ഇട്ടിട്ടുള്ളത്. കുഴപ്പമൊന്നുമില്ല, അധികം കച്ചറകളൊന്നും അച്ചിൽ കാണാറില്ല. പിന്നെയും നമ്മൾ കാണാറുള്ളത് ഉണ്ടച്ചക്കരയിലൊക്കെയാണ്. അതിനാണ് നമ്മൾ ആദ്യമായിട്ട് ഉരുക്കി ഒഴിക്കുന്നത് അതിലേക്ക്. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ നേരിട്ടിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്കാണ് ഇട്ടിട്ടുള്ളത്. ഭാവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയതുണ്ട്, അത് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് അത് മിക്സ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് രണ്ടും ഏകദേശം ഇപ്പോൾ നമ്മൾ അച്ചി ഇതിലിങ്ങനെ അരിഞ്ഞ് ചേരുമ്പോൾ കളർ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഒരു അച്ചിയുടെ ഒരു കാപ്പി കളറായിട്ട് വരും. നന്നായിട്ട് ഇങ്ങനെ ലയിച്ച് ചേരും അതിൽ. അപ്പോൾ അതാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കൽ നിർത്തരുത്. അത് നല്ല തിളച്ച് വരുന്നുണ്ട്. പിന്നീട് നമ്മൾ നന്നായിട്ട് തിളച്ച് അതിലേക്ക് നമ്മൾ മിൽമയുടെ നെയ്യ് വീട്ടിലുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചും കൂടെ ടേസ്റ്റ് കൂടാൻ നമുക്ക് നല്ലതാവും. അപ്പോൾ അത് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് സ്പൂണിലെടുത്തിട്ട് കുറച്ച് നല്ല ഫ്രീസറിൽ വെച്ചത്, നമ്മളെ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ കിട്ടാൻ നല്ല പ്രയാസമുണ്ട്. അപ്പോൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ഏകദേശം
ചെറിയ സ്പൂണാണെങ്കിൽ ഒരു സ്പൂണ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒക്കെ ഞാൻ പാകത്തിന് നമുക്കറിയാലോ പാചകം ചെയ്യുമ്പോൾ എത്രയാണ് വേണ്ടതെന്ന്, അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലിട്ട് കൊടുക്കണ ഒരു സ്പൂണാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കിട്ടാൻ നല്ല പ്രയാസമുണ്ട്. ഓക്കെ, അത് സ്പൂൺ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ആ സ്പൂണിലുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞ പോലെ കളറൊക്കെ മാറിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, അടിപൊളി സ്മെല്ലാണ്. ഒരു രക്ഷയില്ല, വായിലൊക്കെ വെള്ളം വരും. നിങ്ങൾ കഴിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബൗളിൽ നല്ല ആവി പറക്കുന്നത് കണ്ടില്ലേ, ഇത് ഞാൻ കഴിച്ച് നോക്കട്ടെ. വാവ്, സൂപ്പറാണ് കേട്ടോ, അടിപൊളി. ഒരു രക്ഷയില്ല, നിങ്ങൾ ഉണ്ടാക്കി കഴിക്കന്നെ വേണം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, അടിപൊളി. ചക്കയുടെ നല്ല സ്മെല്ല്, പഴുത്ത ചക്കയുടെ സൂപ്പർ സ്മെല്ലുണ്ട്. അത് കഴിക്കന്നെ വേണം. അപ്പോൾ കഴിച്ചിട്ട് എന്തായാലും അറിയിക്കുക. ചക്കയൊക്കെ ഉള്ള സമയമല്ലേ, അപ്പോൾ എന്തായാലും ഞാൻ അടുത്ത വീഡിയോയിൽ ഓരോ ഇങ്ങനത്തെ പുതിയ പുതിയ വെറൈറ്റി ആയിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നിങ്ങളൊക്കെ വീട്ടിൽ ഉണ്ടാക്കി പരീക്ഷിക്കേണ്ടതാണ്. നമ്മൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, നാച്ചുറലാണ്. നമ്മൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് നല്ല ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ടൊരു ദോഷം വരാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കഴിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.